Hello everyone, welcome to yet another beautiful episode with DC Jewellers. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രഡീഷണൽ മാലകളാണ് അല്ലേ. അപ്പോൾ ട്രഡീഷണൽ മാലകൾ ഇന്നും അന്നും ഫാഷൻ നിൽക്കും അല്ലേ. സെയിൽസ്മാൻ ചോദിക്കാം, എന്താണ് പറയാനുള്ള അഭിപ്രായം? കേട്ടോ, എല്ലാവരും പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രയൊക്കെ ന്യൂ ഡിസൈൻസ് വന്നാലും ട്രഡീഷണൽ മാലകൾക്ക് അതിൻ്റെതായ ഒരു ട്രെൻഡ് ഉണ്ട്. പിന്നെ പാരമ്പര്യമായിട്ട് നമ്മൾ അടുത്തൊരു ജനറേഷന് കൊടുക്കാവുന്നതാണ്. അതിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡി ആയിട്ട് എന്താ പോവാ? നമുക്ക് ഒരു വ്യത്യാസം ഉണ്ടല്ലേ പാലക്കയിൽ. സാധാരണ പണ്ടത്തെ പാലക്ക എന്ന് പറയുന്നത് ഇതുപോലത്തെ നോർമൽ പാലക്കയാണ് കേട്ടോ. കണ്ടോ, ഇതാണ് പണ്ടത്തെ സ്റ്റൈലിലെ പാലക്ക. പണ്ടത്തെ സ്റ്റൈലിലെ പാലക്കയെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ, പാലക്ക എന്ന് പറയുന്നത് ഉള്ളിൽ വെച്ചിട്ട് ചെയ്യണ ഒരു സിസ്റ്റമാണ് ശരിക്കും പറഞ്ഞാൽ. അതിൽ തന്നെ ഡി സിയിൽ ഇപ്പോൾ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ സൈഡഡ് പാലക്കയുണ്ട്. കണ്ടോ കണ്ടോ, ഇതൊക്കെ ഡബിൾ സൈഡഡാണ്. അതിൻ്റെ തന്നെ ബ്ലൂവും ഗ്രീനും കളേഴ്സ് കണ്ടോ, ഗ്രീനും ബ്ലൂ കേട്ടോ. അതിൻ്റെ ബ്ലൂ വേർഷൻ, ദാറ്റ് ഈസ് ഒരു പരിപാടിക്ക് ബ്ലൂ ഇട്ട് പോവാം, ഒരു പരിപാടിക്ക് ഗ്രീനും ഇട്ട് പോവാം. ഇനി അതിൻ്റെ തന്നെ പാലക്കയുടെ തന്നെ നമ്മളൊരു ഫ്യൂഷൻ പ്രോഡക്റ്റ് ഇറക്കിയിട്ടുണ്ട്. അതാണിത് കണ്ടോ, സൂഫി പാലക്ക. സൂഫി മാല തന്നെ പാലക്കയുടെ രൂപത്തിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നു കേട്ടോ. ഇത് ലൈറ്റ് വെയ്റ്റ് ആണ്. ഇതിന് വെയിറ്റ് വരുന്നത് ഏകദേശം 30 ഗ്രാമിലും താഴെ, 28 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ തന്നെ പാലക്കയിൽ തന്നെ കണ്ടോ ഇത് നാഗപടം അല്ലേ. നാഗപടത്തിൽ തന്നെ ഫ്യൂഷൻ കളേഴ്സ്, പല കളറ് വരുന്ന നാഗപടം നെക്ലസ്. ഇതൊന്നും ഒരിടത്തും അങ്ങനെ കാണില്ല കേട്ടോ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന AD സ്റ്റോൺസും പലതരത്തിലുള്ള കളേഴ്സുള്ളതാണ്. ഓക്കെ, ഒരു ടെമ്പിൾ ലുക്കിലൊക്കെ അടിപൊളിയാട്ടോ. കണ്ടോ, കഴിച്ചിൽ വെച്ചാൽ കണ്ടോ, നല്ല ഭംഗിയുള്ള പീസാണ്. ട്രഡീഷണൽ കേരള ജ്വല്ലറി. പിന്നെ അതിൽ തന്നെ കാശും പാലക്കയും കൂടി നമ്മൾ ഇൻഫ്യൂസ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റാണ്. അങ്ങനെ അതിൻ്റെ തന്നെ ഇനി കേരള മാലകൾ നമുക്ക് മാങ്ങയുണ്ട്, മുല്ലമുട്ടുണ്ട്. കണ്ടോ മാങ്ങ, ഇത് നോക്കിയേ കണ്ടോ, പാലക്കയിൽ തന്നെ വ്യത്യാസമായ പാലക്കകൾ. പിന്നെ നോക്കിയിട്ട് കണ്ടോ ഡൈമാലകൾ. പിന്നെ പാലക്കയിൽ തന്നെ ഉള്ളി ബോൾസ്, കുവൈറ്റി മോഡല്, ബോംബെ മോഡൽസ്. ഇതിനൊക്കെ ഏറ്റവും ഹൈലൈറ്റ് എന്താ, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ആസ് എ സെയിൽസ്മാൻ എന്താ ഫീൽ ചെയ്യുന്ന ഏറ്റവും നല്ല എന്താന്നുള്ളത്? കേട്ടോ, ഇവരുടെ വായന ഇപ്പം നമ്മളൊരു ബഡ്ജറ്റഡ് റേഞ്ചാണ് നോക്കണമെങ്കിൽ എപ്പോഴും ഇതാണ് നല്ലത്. പിന്നെ പ്രത്യേകിച്ച് DC ഹോൾസെയിൽ റേറ്റ് ആയതുകൊണ്ട് ഭയങ്കര നിസ്സാര പണിക്കൂലിക്ക് ഈ പ്രോഡക്ട്സ് കിട്ടും. കുട്ടികൾക്ക് നമ്മളിപ്പോൾ എത്ര പവൻ എടുക്കണോ അതിൻ്റെ ഏറ്റവും മിനിമൽ പണിക്കൂലിയിൽ നമ്മളിത് കൊടുക്കുന്നതായിരിക്കും. ലൈറ്റ് വെയ്റ്റും അല്ലേ. 100 പവനൊക്കെ എടുക്കുന്നവർക്ക് നല്ല നിറഞ്ഞു നിൽക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് 20 പവൻ എടുത്താലും ആ കംപ്ലീറ്റ് ഫീൽ കൊടുക്കുന്ന 20 പവനിൽ നമുക്കൊരു 4 മാലയും 4 വളയും മോതിരവും കമ്മലൊക്കെ കിട്ടില്ലേ. കണ്ടോ, വെറും 20 പവൻ്റെ ബഡ്ജറ്റിൽ നമുക്ക് 4 മാല, ഒരു കമ്മൽ, 4 വള, മോതിരം കിട്ടും. ഞാൻ റിപ്പീറ്റ് ചെയ്തു, 20 പവനിലാട്ടോ അത് കിട്ടണേ. അങ്ങനെ ഇങ്ങനത്തെ ഇഷ്ടംമാതിരി വെറൈറ്റീസ് ഉണ്ട്. അടക്കുകാശ്, വളകളുടെ വ്യത്യാസം കണ്ടോ, അഷ്ടലക്ഷ്മി, ദശാവതാരം കണ്ടോ. ഇങ്ങനെ സെറ്റായിട്ട് ഇടാമെന്നാണ് സെയിൽസ്മാൻ റെക്കമെൻഡ് ചെയ്യുന്ന പ്രോഡക്റ്റ്. കണ്ടോ, അതിൽ തന്നെ അഷ്ടലക്ഷ്മി ഉണ്ട്, അടക്കുകാശുണ്ട്, പിന്നെ ദശാവതാരം ഉണ്ട്, പിന്നെ ബോംബെ ബാംഗിൾസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഇഷ്ടംമാതിരി വെറൈറ്റി. ഇതിൻ്റെയൊക്കെ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മുതൽ 3 പവൻ്റെ റേഞ്ചിൽ ഇഷ്ടംമാതിരി ബ്രോഡായിട്ട് കിട്ടും കേട്ടോ. ഇങ്ങനത്തെ വെറൈറ്റീസ് ഇഷ്ടംമാതിരി ഉണ്ട്. അതിൻ്റെ കുട്ടികളുടെ വെറൈറ്റീസ് ഉണ്ട്, മാലകളുണ്ട്. ഈ ബഡ്ജറ്റഡ് റേഞ്ചിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും നല്ലതാണ് കേരള ജ്വല്ലറി. അതിൽ ഇഷ്ടംമാതിരി കളക്ഷൻ DC-യിലുണ്ട്. ഫെർദർ കളക്ഷൻസിന് താഴെ കന്ന നമ്പറിൽ വിളിച്ചോളൂ അല്ലേ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് പോൾക്കി ഡയമണ്ട്സ് ആണ്. പോൾക്കി ഡയമണ്ട്സ് ഭയങ്കര വെറൈറ്റി ചോയ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ നമുക്കൊരു ശേഖരത്തിലോട്ട് DC-യിലെ നമുക്ക് കാണാം.